എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂളാണ് തുടങ്ങുന്നത്. ദ്രവ്യവും പിണ്ഡവും എന്നുള്ള ഈ മൊഡ്യൂളിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യ ചാപ്റ്ററായ 8ാം ക്ലാസ് സയൻസിലെ 4ാം അധ്യായമായ പദാർത്ഥ സ്വഭാവം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള മൊഡ്യൂളിൽ ചർച്ച ചെയ്തതാണ് ഈ ചാപ്റ്റർ. എന്നാൽ കൂടി ഈ മൊഡ്യൂളിൽ കൂടി ഇത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി അത് റിപ്പീറ്റായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 8ാം ക്ലാസ്സിലെ തന്നെ 8ാമത്തെ അധ്യായമായ അളവുകളും യൂണിറ്റുകളും എന്നുള്ളതും, അതുപോലെ 9ാം ക്ലാസ്സിലെ ഒരു അധ്യായവും, അങ്ങനെ മൊത്തം 3 അധ്യായങ്ങൾ, 4 അധ്യായമല്ല 3 അധ്യായങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മൾ ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ബയോയിലുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ അതിൽ ജോയിൻ ചെയ്യാം. നമുക്ക് മൊത്തം 2 ടെലിഗ്രാം ചാനലാണുള്ളത്. ഇത് പുതിയ ഒരു ടെലിഗ്രാം ചാനലാണ് ഇതിൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ അതിൽ ആളുകൾ ജോയിനിങ് കുറവാണ്. പക്ഷേ ആളുകൾ ഒരാളായാലും 2 ആളായാലും നമ്മൾ മറ്റേ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്ന അതേപോലെ തന്നെ ഇതിലും നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഉപയോഗിക്കുക. നോട്ട് വേണ്ടവർക്ക് നോട്ട് നമുക്ക് ടെലഗ്രാം ചാനലിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ബയോയിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ആദ്യം തന്നെ ഓരോ വസ്തുവിലും എന്തൊക്കെ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബലൂണിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? കാറ്റാണ്. പെൻസിലിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? അതുപോലെ ആ ബോട്ടിൽ അങ്ങനെ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്നുള്ളത് ചോദിക്കുകയാണ്. വൈവിധ്യമാർന്ന നിരവധി വസ്തുക്കൾ എന്തുണ്ട് നമുക്ക് ചുറ്റുമുണ്ട്. ഇവയെല്ലാം എന്താണ്? വ്യത്യസ്തമായ പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അത് കാണിക്കുന്നതിനാണ് നമ്മളോട് അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ വൈവിധ്യമാർന്ന നിരവധി വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അതെല്ലാം എന്താണ്? വ്യത്യസ്ത പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി പദാർത്ഥങ്ങളുടെ ഭൗതിക അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പദാർത്ഥങ്ങൾക്ക് പ്രധാനമായുള്ള ഭൗതികാവസ്ഥകൾ എന്തൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം. ഈ 3 അവസ്ഥയിലാണ് പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലാണ് സർവ്വസാധാരണമായിട്ട് പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവിടെ പരീക്ഷണങ്ങൾ ചെയ്യാനാണ്. അപ്പോൾ അതൊന്നും നോക്കണ്ട. ഇനി നമുക്കിവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, വായുവിന് സ്ഥിതി ചെയ്യാൻ എന്താണ്? സ്ഥലം ആവശ്യമാണ് എന്നുള്ള ഈ ഒരു പോയിൻ്റ് നമ്മൾ നോട്ട് ചെയ്യും. വായുവിന് സ്ഥിതി ചെയ്യാൻ എന്താണ്? സ്ഥലം ആവശ്യമാണ്. വായുവിന് സ്ഥിതി ചെയ്യാൻ എന്താണ്? സ്ഥലം ആവശ്യമാണ്. ഇനി നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കാം. നമ്മളെ മൊഡ്യൂൾ തന്നെ ദ്രവ്യവും പിണ്ഡവും എന്നുള്ളതാണ്. അപ്പോൾ ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും അതുപോലെ മാസ് ഉള്ളതും ആയ എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? എന്ത് പദാർത്ഥത്തെയും നമുക്ക് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്ന് വിളിക്കാം. ഇംഗ്ലീഷിൽ മാറ്റർ എന്നാണ് പറയാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കാം. ഇംഗ്ലീഷിൽ അതിനെന്താ പറയുക? മാറ്റർ എന്നാണ് പറയാം. ഒന്നുകൂടി പറയാം, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് വിളിക്കാം. അപ്പോൾ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളാണ് നമ്മൾ പറഞ്ഞ ഖരം, ദ്രാവകം, വാതകം എന്നീ സാധാരണ അവസ്ഥകൾ. പിന്നെ പ്ലാസ്മ എന്ന് പറഞ്ഞ ഒരവസ്ഥ കൂടി ദ്രവ്യത്തിന് ഉണ്ട്. ഇനി പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളുമായി ബന്ധപ്പെട്ട് നമ്മളോട് ടിക്ക് ചെയ്യാൻ പറയാണ്. സ്വഭാവം മാസ് ഉണ്ട്. ഖരാവസ്ഥയിലാണെങ്കിലോ? ഖരാവസ്ഥയിൽ മാസ് ഉണ്ടോ? മാസ് ഉണ്ട്. ദ്രാവകാവസ്ഥയിലാണെങ്കിലോ? മാസ് ഉണ്ടാവില്ല. മാസ് ഉണ്ട്. വാതകാവസ്ഥയിലാവുമ്പോൾ മാസ് ഉണ്ടാവില്ല. വ്യാപ്തമാണെങ്കിൽ ഖരാവസ്ഥയിൽ നിശ്ചിത വ്യാപ്തമുണ്ട്, ദ്രാവകത്തിലും നിശ്ചിത വ്യാപ്തമുണ്ട്, വാതകത്തിലാവുമ്പോൾ നിശ്ചിത വ്യാപ്തം ഇല്ല. ഇനി സ്ഥിരമായ ആകൃതിയാണെങ്കിലോ? ഖരാവസ്ഥയിൽ സ്ഥിരമായ ആകൃതി ഉണ്ട്, ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും എന്തുണ്ട്? സ്ഥിരമായ ആകൃതി ഇല്ല. അപ്പോൾ അതിൻ്റെ സ്വഭാവം ഈ അവസ്ഥകളിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. അതുപോലെ ടിക്ക് ചെയ്ത് പഠിക്കുക. മാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഖരത്തിലും ദ്രാവകത്തിലും മാസ് ഉണ്ട്, വാതകമാകുമ്പോൾ മാസില്ല. നിശ്ചിത വ്യാപ്തം എങ്ങനെയാണ്? ഖരാവസ്ഥയിലുണ്ട്, ദ്രാവകാവസ്ഥയിലുണ്ട്, വാതകാവസ്ഥയിലുണ്ട്. സ്ഥിരമായ ആകൃതിയോ? ഖരാവസ്ഥയിൽ
സ്ഥിരമായ ആകൃതി ഉണ്ട്. എന്താ ദ്രാവകത്തിലും വാതകത്തിലും സ്ഥിരമായ ആകൃതി ഇല്ല. വ്യാപ്തത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഖരാവസ്ഥയിൽ വ്യാപ്തമുണ്ട്, ദ്രാവകാവസ്ഥയിലും വ്യാപ്തമുണ്ട്. എന്നാൽ വാതകാവസ്ഥയിലോ വ്യാപ്തം ഇല്ല. ഇനി നമ്മൾ പറഞ്ഞ ഖരവും ദ്രാവകവും അല്ലാത്ത വേറെ അവസ്ഥയും ഉണ്ട് പദാർത്ഥത്തിന് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് നോക്കാം. പ്ലാസ്മയാണ് ഖരവും ദ്രാവകവും വാതകവും അല്ലാത്ത പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ മറ്റൊരവസ്ഥയാണെന്ത്? പ്ലാസ്മ. പ്ലാസ്മ അല്ലാതെ വേറെയും അവസ്ഥകളുണ്ട് പുതുതായി കണ്ടെത്തിയത്. അപ്പോൾ അതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ അവസ്ഥകളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ കൂടാതെ മറ്റു ചില അവസ്ഥകളിലും എന്തുണ്ട്? പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം കാണപ്പെടുന്നുണ്ട്. ദ്രവ്യത്തിൻ്റെ അപ്പോൾ സാധാരണ കണ്ടുവരുന്ന 3 അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം എന്നിവ. എന്നാൽ ഇവ കൂടാതെ വേറെ ചില അവസ്ഥകളിലും എന്തുണ്ട്? പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം കാണപ്പെടുന്നുണ്ട്. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണെന്ത്? പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മാവസ്ഥയിൽ കാണപ്പെടുന്നു. അപ്പോൾ പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണെന്ത്? പ്ലാസ്മ. സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് എങ്ങനെയാണ് പദാർത്ഥം കാണപ്പെടുന്നത്? പ്ലാസ്മാവസ്ഥയിലാണ്. സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം എങ്ങനെയാണ് കാണപ്പെടുന്നത്? പ്ലാസ്മാവസ്ഥയിലാണ്. പ്ലാസ്മാവസ്ഥ എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. അതെങ്ങനെ? സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണെന്ത്? പ്ലാസ്മ. അപ്പോൾ പ്ലാസ്മാവസ്ഥ, പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ പ്ലാസ്മാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്നതമായ താപനിലയിൽ, അതായത് കൂടിയ ചൂടിൽ ഉന്നതമായ താപനിലയിൽ എന്ത് ചെയ്യുക? കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണെന്ത്? പ്ലാസ്മ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണെന്ത്? പ്ലാസ്മ. ഒന്നും കൂടി പറയാം. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണെന്ത്? പ്ലാസ്മ. അപ്പോൾ പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ അയോണീകരിക്കപ്പെട്ട് നിലനിൽക്കുന്ന അവസ്ഥ ആണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. ഇനി പദാർത്ഥത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണെന്ത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ, ദ്രവ്യത്തിൻ്റെ അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണെന്ത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തേതാണെങ്കിൽ എന്താണ്? ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്നും നാമകരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6ാമത്തെ അവസ്ഥ ഫെർമയോണിക് കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമയോണിക് കണ്ടൻസേറ്റും 5ാമത്തെയും 6ാമത്തെയും അവസ്ഥ. പിന്നെ പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ മറ്റൊരു അവസ്ഥ ഉണ്ട്. അതാണെന്ത്? സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. പദാർത്ഥത്തിൻ്റെ വേറൊരു അവസ്ഥയാണ് എന്ത്? സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. അപ്പോൾ 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും 6ാമത്തെ അവസ്ഥ ഫെർമയോണിക് കണ്ടൻസേറ്റും. ഇനി ഇത് രണ്ടും, ഈ 6 അവസ്ഥകളും കൂടാതെ മറ്റൊരവസ്ഥയുണ്ട്. അതാണെന്ത്? സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ, സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. ഈ അവസ്ഥകളെല്ലാം എന്താണ്? ലബോറട്ടറിയിൽ കൃത്രിമമായ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 5ാമത്തെയും 6ാമത്തെയും അവസ്ഥയും അതുപോലെ സൂപ്പർ ഫ്ലൂയിഡ് എന്ന അവസ്ഥയും നമുക്ക് എന്ത് ചെയ്യുക? ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന അവസ്ഥകളാണ്. 4 അവസ്ഥകളിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടും. ബാക്കി നമ്മൾ പറഞ്ഞ 2 അവസ്ഥകളും പിന്നെ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥയിലും ദ്രവ്യത്തെ കാണപ്പെടുന്നത് എങ്ങനെയാണ്? ലബോറട്ടറിയിൽ പ്രത്യേകം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന, പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന അവസ്ഥകളാണ്. അപ്പോൾ അല്ലാതെ സ്വാഭാവികമായി ദ്രവ്യം കണ്ടുവരുന്ന അവസ്ഥകളല്ല. ഇത് ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം സൃഷ്ടിക്കപ്പെടാൻ കഴിയുന്ന അവസ്ഥകളാണ്. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്ത് വെക്കുക. ഈ പദാർത്ഥത്തിലെ സൂക്ഷ്മ കണികകൾ എന്നുള്ളതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. ഓരോ പദാർത്ഥത്തിലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഓരോ പദാർത്ഥവും എന്താണ്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകൾ കൊണ്ട് നിർമ്മിതമാണ്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ്.
അപ്പോൾ നമ്മൾ ഏത് പദാർത്ഥം എടുത്താലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകൾ കൊണ്ടാണ് എല്ലാ പദാർത്ഥങ്ങളും, ഏത് പദാർത്ഥം എടുത്താലും അത് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട്, അതായത് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ സൂക്ഷ്മ കണികകളിലായിട്ടാണ് എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചെറിയ കണികകൾക്കുള്ള പ്രത്യേകത എന്താണ്? പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഈ ചെറിയ കണികകൾക്ക് ഉണ്ട്. അപ്പോൾ ഈ ചെറു കണികകളുടെ പ്രത്യേകത എന്താണ്? പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും അടങ്ങിയതാണ് ഈ ചെറു കണികകൾ. അപ്പോൾ ഏത് പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എടുത്താലും നമ്മളെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത, അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ സൂക്ഷ്മ കണികകൾ കൊണ്ട് നിർമ്മിതമാണ്. അപ്പോൾ ഈ സൂക്ഷ്മ കണികകളുടെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഈ പദാർത്ഥത്തിന് എന്തൊക്കെ സ്വഭാവം ഉണ്ടോ ആ സ്വഭാവം മുഴുവനായും അതുപോലെ കാണിക്കപ്പെടുന്ന ഒരു കണികകളാണ് എന്ത്? ഈ സൂക്ഷ്മ കണികകളും. ഈ പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥകളിലെ കണിക ക്രമീകരണം എങ്ങനെയാണ്? കണികകൾ തമ്മിൽ അകലുണ്ടാവും, അതുപോലെ കണികകൾ നിരന്തരം ചലിക്കും, കണികകൾ പരസ്പരം ആകർഷിക്കും. അപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും? ഈ പദാർത്ഥത്തിൻ്റെ കണിക ക്രമീകരണത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഒന്ന്, കണികകൾ തമ്മിൽ അകലുണ്ടാവും. ചില സാഹചര്യങ്ങളിൽ കണികകൾ തമ്മിൽ അകലമുണ്ടാവും. എന്നാൽ ചില സാഹചര്യങ്ങളിലോ കണികകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും. ചില സാഹചര്യങ്ങളിലാണെങ്കിൽ കണികകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കണികകൾ പരസ്പരം ആകർഷിക്കും. ഇപ്പം നമ്മൾ ഈ സൂക്ഷ്മ കണികകളുടെ ക്രമീകരണത്തിൽ സാഹചര്യത്തിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ഓരോ അവസ്ഥയിലും വ്യത്യാസം പെട്ടിരിക്കും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? കണികകൾ തമ്മിൽ അകലുണ്ടാവും. ചില സാഹചര്യങ്ങളിൽ കണികകൾ നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കും. ചില അവസ്ഥയിൽ എന്താണ്? കണികകൾ പരസ്പരം ആകർഷിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഏതൊക്കെ അവസ്ഥകളിലാണ് എന്നുള്ളതിന് ഇവിടെ ഫോട്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ നമ്മൾ കാണിക്കുന്നത് ഖരാവസ്ഥയാണ്. ഖരാവസ്ഥയിൽ എന്താണ് കണികകൾ സംഭവിക്കുന്നത്? കണികകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നത് ഖരാവസ്ഥയിലാണ്. അപ്പോൾ ആകർഷണം ഇവിടെ കൂടുതൽ ഏതാണ്? ഖരാവസ്ഥയിലാണ്. കണികകൾ അടുത്തല്ലേ, അപ്പോൾ ആകർഷണത കൂടുതലാണ് ഖരാവസ്ഥയിൽ. ഇനി ദ്രാവകാവസ്ഥയിലാണെങ്കിലോ? ദ്രാവകാവസ്ഥയിലാണെങ്കിൽ കണികകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ദ്രാവകാവസ്ഥയിലാണെങ്കിൽ കണികകൾ ചലിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ഒഴിക്കുന്ന പാത്രത്തിനനുസരിച്ച് കണികകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടേയിരിക്കും ദ്രാവകാവസ്ഥയിലാണെങ്കിൽ. ഇനി വാതകാവസ്ഥയിലാണെങ്കിലോ? വാതകാവസ്ഥയിലാണെങ്കിൽ കണികകൾ സ്വതന്ത്രമായ അവസ്ഥയിലായിരിക്കും. കണികകൾ സ്വതന്ത്രമായ അവസ്ഥയിലായിരിക്കും വാതകാവസ്ഥയിൽ. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഈ വാതകാവസ്ഥയിലാണ് കണികകളിൽ ഏറ്റവും അകലം കൂടുന്നത്. നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഖരം, ദ്രാവകം, വാതകം, ഈ മൂന്ന് അവസ്ഥകളിലും കണികകളുടെ ക്രമീകരണം ഒരുപോലെയാണോ? ആണോ? അല്ലല്ലോ, ഒരിക്കലുമല്ല. ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകളിൽ എന്താണ്? കണികകളുടെ ക്രമീകരണം ഒരുപോലെ അല്ല. ഇവയിൽ ഏതവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഏതവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഖരാവസ്ഥയിലാണ്. ഖരാവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഖരാവസ്ഥയിൽ ഇത് കണികകൾ തമ്മിൽ ആകർഷണം കൂടുതലായിരിക്കും. കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ളത് ഏതവസ്ഥയിലാണ്? കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ള അവസ്ഥ ഏതവസ്ഥയിലാണ്? വാതകാവസ്ഥയിലാണ്. വാതകാവസ്ഥയിലാണ് കണികകൾ തമ്മിൽ അകലം ഏറ്റവും കൂടുതൽ. കാരണം കണികകൾ സ്വതന്ത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അവ തമ്മിലുള്ള ആകർഷണം ഏറ്റവും കുറവുള്ളതും വാതകാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത്? ഏറ്റവും അകലം കൂടുതലും വാതകാവസ്ഥയിൽ വരുന്നത്. അവസ്ഥാ പരിവർത്തനം അഥവാ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഇനി നമ്മൾ ദ്രവ്യങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ, ചൂടാക്കുമ്പോൾ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന് അവസ്ഥകൾക്ക് മാറ്റം വരും. അതിനെക്കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. ഐസ് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ജലമായി മാറും. ജലം വീണ്ടും ചൂടാക്കിയാലോ അത് തിളച്ചുകൊണ്ട് എന്താവും? നീരാവിയായിട്ട് മാറും. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വസ്തു എടുത്താലും ഇതുപോലെ ചൂട് കൊടുക്കുമ്പോൾ അവസ്ഥാ പരിവർത്തനം വരും. അപ്പോൾ ഇതിനെയാണ് എന്ത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. അതിൻ്റെ അവസ്ഥാ പരിവർത്തനത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഐസ് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? ഐസ് ഖരാവസ്ഥയിലാണ്. അത് ചൂടാക്കുമ്പോൾ വെള്ളമായി അല്ലെങ്കിൽ ജലമായി മാറും. അപ്പോൾ ജലം എന്താണ്? ദ്രാവകമാണ്.
ആ ദ്രാവകത്തെ വീണ്ടും ചൂടാക്കിയാൽ എന്ത് ചെയ്യും? അത് നീരാവിയായി മാറും. നീരാവി എന്ന് പറഞ്ഞാൽ എന്താണ്? വാതകാവസ്ഥയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥാ പരിവർത്തനത്തിൻ്റെ ഉദാഹരണം. ഇനി നമുക്കതിവിടെ കാണിക്കുന്നു. ഫ്ലോ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി പൂരിപ്പിച്ചാൽ മതി. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളുടെ കണികകളുടെ ചലനമാണ് എന്ത് ഇവിടെ ചിത്രത്തിൽ. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ സംഭവം തന്നെയാണ്. ഇനി ഇവിടെ നോക്കിയ പോയിന്റുകൾ നോക്കാം. ഖരപദാർത്ഥങ്ങളിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ഈ ഖരാവസ്ഥയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഖരപദാർത്ഥങ്ങളിലെ കണികകൾ എന്താണ്? വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് എന്താണ്? അവർക്ക് ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്. പക്ഷെ അവർക്ക് ചലന സ്വാതന്ത്ര്യം കുറവാണ്, ആകർഷണ ബലം കൂടുതലാണ്. ദ്രാവകാവസ്ഥയിലാണെങ്കിലോ കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഖരാവസ്ഥയിലെ ഇതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കണികകൾ ചലിക്കുന്നു. നമ്മൾ ദ്രാവകാവസ്ഥയിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഖരാവസ്ഥേനേക്കാളും കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തോടെ കണികകൾ ചലിക്കുന്നു. അപ്പോൾ പിന്നെ ഖരാവസ്ഥയിൽ ഉള്ളതിനേക്കാൾ താരതമ്യേന അടുത്താണ്, നല്ല അകലമില്ലാതെ താരതമ്യേന അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു കണികകൾ. ഇനി വാതകാവസ്ഥയിലാണെങ്കിൽ കണികകൾ വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്? കണികകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. വാതകാവസ്ഥയിലാണ് കണികകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതൽ വരുന്നത്. കാരണം അവരുടെ ആകർഷണ ബലവും ഏറ്റവും കുറയുന്ന അവസ്ഥ ഏതാണ്? വാതകാവസ്ഥയാണ്. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്, ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും. ഈ പ്രക്രിയ അറിയപ്പെടുന്നതാണ് ഉൽപ്പതനം അഥവാ സബ്ലിമേഷൻ എന്ന്. അപ്പോൾ ചില ഖരപദാർത്ഥങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ചൂടാക്കിയാൽ അത് ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും. ഈ പ്രക്രിയ പറയുന്ന പേരാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉൽപ്പതനം. ചില ഖരപദാർത്ഥങ്ങൾ എന്തൊക്കെയുണ്ട്? ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി തീരും. ഈ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉൽപ്പതനം എന്ന് മലയാളത്തിൽ പറയും, സബ്ലിമേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പാറ്റ ഗുളികയും അയഡിനും. പാറ്റ ഗുളികയും അയഡിനുമാണ് ഉൽപ്പതനം നടക്കുന്ന ഖരപദാർത്ഥങ്ങൾക്ക് ഉദാഹരണം. പാറ്റ ഗുളികയും അയഡിനുമാണ് എന്ത്? ഉൽപ്പതനം നടക്കുന്ന ഖരപദാർത്ഥങ്ങൾക്ക് ഉദാഹരണം. സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉൽപ്പതനം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വിവിധ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ വ്യാപനം എങ്ങനെയാണ്? ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ. നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഉൽപ്പതനത്തിന് ഉദാഹരണങ്ങളാണ് പാറ്റ ഗുളികയും അയഡിനും എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു പരീക്ഷണം ചെയ്യാനാണ്. ഇനി ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഇതാണ്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. ചലന സ്വാതന്ത്ര്യമുള്ള കണികൾ എന്ത് ചെയ്യും? സ്വയമേവ പരസ്പരം കലരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യും? വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണികൾക്ക് ചലന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചലന സ്വാതന്ത്ര്യമുള്ള കണികൾ എന്ത് ചെയ്യും? സ്വയമേവ കലരും. അതായത് അവർ സ്വയം കലരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, വ്യാപനം എന്ന് പറയുന്നത്. ഇനി ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും, പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സേഴ്സ്. അപ്പോൾ ശുദ്ധദ്രവ്യങ്ങളും മിശ്രിതങ്ങളും എന്താണ് എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് നമ്മളെന്ത്? ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് നമ്മളെന്ത്? ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മിശ്രിതങ്ങൾ എന്താണ്? വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നു. ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. ശുദ്ധ പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ്. മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്നതിനുള്ള
കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പോൾ നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കും, അതേപോലെ ചായയിൽ നിന്ന് ചായച്ചണ്ടി മാറ്റും, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കും. ഇതൊക്കെ എന്താണ്? മിശ്രിതങ്ങളിൽ നിന്ന് പദാർത്ഥങ്ങളെ വേർതിരിക്കുന്ന ഒരു പ്രക്രിയകളാണ്, അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിനിങ്ങനെ ഓരോ പദാർത്ഥങ്ങളും എന്താണ്? പല സ്വഭാവത്തിലുള്ള പദാർത്ഥങ്ങളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ അരിച്ച് അല്ലെങ്കിൽ വേർതിരിക്കാനുള്ള പ്രക്രിയയിലും മാറ്റങ്ങൾ വരും. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. മിശ്രിതത്തിലടങ്ങിയ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം തിരഞ്ഞെടുക്കാം. ഞാൻ പറഞ്ഞതാണ്, അതായത് മിശ്രിതത്തിലടങ്ങിയ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് എന്ത് നമ്മൾ വേർതിരിക്കുന്നതിനുള്ള മാർഗം തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തേതാണ് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വേർതിരിക്കുന്നതിൻ്റെ ആദ്യത്തെ ഒരു ഉദാഹരണമാണ് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ എന്താണ്? സ്വേദനം എന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിക്കാം. അപ്പോൾ ഈ സ്വേദനത്തിന് സൂട്ടബിളായ പദാർത്ഥം എങ്ങനെയാണ്? അപ്പോൾ മിശ്രിതം എന്താണ്? ആ മിശ്രിതത്തിലെ രണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ രണ്ടോ അല്ലാതിലധികം ഘടകങ്ങൾ, ഈ ഘടകങ്ങളുടെ പ്രത്യേകതകൾ എങ്ങനെയായിരിക്കണം? ഒന്ന് ബാഷ്പീകരണശീലമുള്ളതായിരിക്കണം, ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതായിരിക്കണം, ഒന്ന് ബാഷ്പീകരണശീലമില്ലാത്തതുമായിരിക്കണം. ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം എന്നുള്ള പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് ആ പദാർത്ഥത്തെ ആ മിശ്രിതത്തിൽ നിന്ന് ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വേദനം എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ രീതി ഉപയോഗിക്കണമെങ്കിൽ എന്തായിരിക്കണം? ആ സംയുക്തത്തിൻ്റെ പ്രത്യേകത, ആ സംയുക്തത്തിലെ ഘടക പദാർത്ഥങ്ങളിൽ ഒരെണ്ണം എന്തായിരിക്കണം? ബാഷ്പീകരണശീലമുള്ളതായിരിക്കണം, അതായത് ചൂടാക്കിയാൽ ആവിയായി പോകാൻ കഴിയുന്നതായിരിക്കണം. മറ്റേതാണെങ്കിൽ എന്ത് ചെയ്യണം? അത് ബാഷ്പീകരണശീലമില്ലാതെ ചൂടാക്കിയാലും ആവിയായി പോവാത്തത് പദാർത്ഥങ്ങളായിരിക്കണം. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമുക്ക് സ്വേദനം എന്നുള്ള ഈ രീതി ഉപയോഗിക്കാൻ കഴിയുക. ഇനി തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾ തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവ വേർതിരിക്കാനും സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനിയിപ്പോൾ തമ്മിൽ കലരുന്ന ദ്രാവകങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് അതിലെ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ, അതായത് നമ്മൾ ചൂട് കൊടുക്കുന്നതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതും നമുക്കിതുപോലെ ആ സ്വേദനം വഴി ഉപയോഗിക്കണം. സ്വേദനം വഴിങ്ങാണ്ട് ഘടകങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ രണ്ട് പദാർത്ഥങ്ങളാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ തിളനിലയിൽ വ്യത്യാസം വേണം. തിളനില എന്ന് പറഞ്ഞു നമ്മളത് ആ ഖരപദാർത്ഥം ദ്രാവകമായി മാറാനുള്ള അവസ്ഥയാണ് എന്ത്? തിളനില എന്ന് പറയുന്നത്. തിളനില എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവകാവസ്ഥയിൽ നിന്ന് അതിൻ്റെ വാതകാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നീരാവിയാകാൻ നമ്മൾ കൊടുക്കേണ്ട താപത്തെയാണ് എന്ത്? തിളനില എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ജലത്തിൻ്റെ തിളനില എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അസെറ്റോൺ ആണെങ്കിൽ 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ജലവും അസെറ്റോണും കലർന്ന മിശ്രിതം നമുക്കിതുപോലെ സ്വേദനം വൈകാണ്ട് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ജലവും അസെറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ നമുക്ക് ഏത് പ്രക്രിയ ഉപയോഗിക്കാം? സ്വേദനം എന്നുള്ള പ്രക്രിയ ഉപയോഗിക്കാം. അതിൻ്റെ കാരണം എന്താണ്? രണ്ടിൻ്റെയും തിളനില വ്യത്യാസമാണ്. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസും അസെറ്റോണിൻ്റെ 56 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് സ്വേദനം ഉപയോഗിക്കാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഒന്ന് ഒരു പദാർത്ഥം ബാഷ്പീകരണ സ്വഭാവമുള്ളതും ഒന്ന് ബാഷ്പീകരണ സ്വഭാവമില്ലാത്തതും ആയുള്ള മിശ്രിതവും നമുക്ക് സ്വേദനം, അങ്ങനെയുള്ള മിശ്രിതങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം? സ്വേദനം ഉപയോഗിക്കാം. സാധാരണ ലഭ്യമായ ജലത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും. അവയെ സ്വേദനം വഴി നീക്കം ചെയ്താണ് കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്. ഇപ്പം നമ്മളെ കുത്തിവെപ്പിനും അതുപോലെ നമ്മുടെ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ പറയും. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ നിർമ്മിക്കുന്നത് സ്വേദനം വഴിയാണ്. അപ്പോൾ സ്വേദനം വഴി എങ്ങനെ? സാധാരണ ജലത്തിലെ ലവണങ്ങളും പല ലവണങ്ങളുണ്ടാവും. നമ്മൾ സാധാ ജലമാണെങ്കിൽ അതിലെന്താവും? പല ലവണങ്ങളുണ്ടാവും. ആ ലവണങ്ങളെയൊക്കെ എന്ത് ചെയ്യും? നമ്മൾ സ്വേദനം വഴി നീക്കം ചെയ്തുകൊണ്ടാണ് അതിനെ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടറും അതുപോലെ കുത്തിവെപ്പിനുള്ള ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ ആയിട്ട് നമ്മൾ മാറ്റുന്നത്.
അപ്പോൾ കുത്തിവെപ്പിനുള്ള ഡിസ്റ്റിൽഡ് വാട്ടറും അല്ലെങ്കിൽ സ്റ്റോറേജ് ബാറ്ററികളുടെ ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏതാണ്? സ്വേദനമാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രക്രിയ എന്താണ്? സാധാ ജലത്തിലെ ലവണങ്ങളൊക്കെ എന്ത് ചെയ്യും? സ്വേദനം വഴി ശുദ്ധീകരിച്ചാണ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി സ്വേദനം കഴിഞ്ഞാൽ അടുത്തൊരു പ്രക്രിയയാണ് എന്ത്? അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സ്വേദനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളുവെങ്കിൽ എന്ത് ചെയ്യാം? അവയെ വേർതിരിക്കാനാണ് എന്ത് ചെയ്യുക? അംശിക സ്വേദനം എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അംശിക സ്വേദനം എന്നുള്ള മാർഗം നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് സന്ദർഭങ്ങളിലാണ്? അപ്പോൾ ആ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുണ്ടാവും, പദാർത്ഥ ഘടകങ്ങളുടെ തിളനിലയിൽ എന്ത് ചെയ്യും? നേരിയ വ്യത്യാസം. വലിയ വ്യത്യാസമാണെങ്കിൽ നമുക്ക് സ്വേദനം വഴി തന്നെ നമുക്ക് മാറ്റാം, സ്വേദനം എന്നുള്ള പ്രക്രിയ ഉപയോഗിക്കാം. എന്നാൽ ചെറിയ വ്യത്യാസങ്ങളാണെങ്കിൽ, തിളനിലയിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് പദാർത്ഥ ഘടകങ്ങൾക്കെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അംശിക സ്വേദനത്തിലൂടെയാണത് വേർതിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് എഥനോളിൻ്റെ തിളനില 78 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെഥനോൾ 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നേരിയ വ്യത്യാസമുള്ള ഇവയുടെ തിളനിലയിൽ. നേരെ മറിച്ച് നമ്മൾ വെള്ളവും അല്ലെങ്കിൽ ജലവും അസറ്റോണിൻ്റെയും പറഞ്ഞു അസറ്റോൺ 56ഉം വെള്ളത്തിന് 100 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ ഇവിടെയാണെങ്കിൽ തിളനിലയിൽ നേരിയ വ്യത്യാസമാണ് വരുന്നത്. എഥനോൾ 78 ഡിഗ്രിയും മെഥനോൾ 65 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സംയുക്തങ്ങളെ വേർതിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്? അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രക്രിയ ഏതാണ്? അംശിക സ്വേദനം എന്നുള്ള പ്രക്രിയയാണ്. ഇത്തരം സാധനം, അതായത് തിളനിലയിൽ നേരിയ വ്യത്യാസമുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയ സംയുക്തങ്ങൾ വേർതിരിക്കാൻ അംശിക സ്വേദനം എന്നുള്ള മെത്തേഡാണ് നമുക്ക് ഏറ്റവും നല്ലത്. മിശ്രിതത്തിൻ്റെ ബാഷ്പം ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കും. ഇനി ഇത് അംശിക സ്വേദനത്തിൽ നടക്കുന്ന പ്രക്രിയകളാണ് ഈ പറയുന്നത്. അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതായത് നമ്മൾ മിശ്രിതം എന്ത് ചെയ്യും? മിശ്രിതത്തിലെ ബാഷ്പം ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടത്തിവിടും. അപ്പോൾ അങ്ങനെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ആവർത്തിച്ചുകൊണ്ട് സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കും. ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ വെച്ചിട്ട് ആവർത്തിച്ചുള്ള ബാഷ്പീകരണവും സാന്ദ്രീകരണവും നടക്കും. ഇതേ തുടർന്ന് തിളനില കുറഞ്ഞ മെഥനോൾ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്ത് ആദ്യം ബാഷ്പരൂപത്തിൽ കണ്ടൻസറിലേക്ക് പ്രവേശിക്കും. അവിടെ വെച്ച് തണുത്ത് ദ്രാവകമായി ചുവടുരുണ്ട ഫ്ലാസ്കിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യും. തിളനില അല്പം കൂടിയ എഥനോൾ പിന്നീട് ഇതേപോലെ മറ്റൊരു ഫ്ലാസ്കിൽ ശേഖരിക്കാവുന്നതാണ്. അപ്പോൾ തിളനില ഏറ്റവും കുറഞ്ഞ എഥനോൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ എന്ത് ചെയ്യും? ബാഷ്പരൂപത്തിൽ കണ്ടൻസറിലേക്ക് പ്രവേശിക്കും. അപ്പോൾ കണ്ടൻസറിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? അത് തണുപ്പിച്ചുകൊണ്ട് ദ്രാവകമാക്കി ചൂടെയുള്ള ഫ്ലാസ്കിൽ ശേഖരിക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എഥനോളും ഇതുപോലെ മറ്റൊരു ഫ്ലാസ്കിൽ എഥനോളും ശേഖരിക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അംശിക സ്വേദനത്തിലൂടെ വേർതിരിക്കൽ പ്രക്രിയ നടത്തുന്നത്. ഇനി പ്രധാന പോയിൻ്റാണ് നമ്മളെ ക്രൂഡ് ഓയിലിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ ഏതാണ്? അംശിക സ്വേദനമാണ്. ക്രൂഡ് ഓയിലിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ അംശിക സ്വേദനമാണ്. അപ്പോൾ ഇവിടെ അതാണ് ആ കുളത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ അംശിക സ്വേദനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. അപ്പോൾ നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് വളരെ ആഴത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക? ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നത്. ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചിട്ടാണ് നമ്മൾ വിവിധ പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്നത്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏതാണ്? അംശിക സ്വേദനമാണ്. അങ്ങനെ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത എന്നിവയൊക്കെ നമുക്ക് ക്രൂഡ് ഓയിൽ അംശിക സ്വേദനം വഴി ശുദ്ധീകരിച്ച് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൽ എന്താണ്? തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിളനിലയിൽ വലിയ വ്യത്യാസങ്ങളില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ ഒരു മിശ്രിതമാണ് ക്രൂഡ് ഓയിൽ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അംശിക സ്വേദനം വഴി പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാം. അപ്പോൾ അംശിക സ്വേദനം വഴിയാണ് ക്രൂഡ് ഓയിലിൽ നിന്ന്
പെട്രോള്, മണ്ണെണ്ണ, നാഫ്ത എന്നിവ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഏതാണ്? അംശിക സ്വേദനമാണ്. ക്രൂഡ് ഓയിൽ മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റുകൾ കൊണ്ടാണ് അടങ്ങിയതാണ് എന്ത്? പിന്നെ ക്രൂഡ് ഓയിൽ മിശ്രിതം. അപ്പോൾ ക്രൂഡ് ഓയിൽ മിശ്രിതത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയതാണ്. അപ്പോൾ ഈ ക്രൂഡ് ഓയിലിലെ കാർബോഹൈഡ്രേറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിളനിലയിൽ നേരിയ വ്യത്യാസം മാത്രമുള്ള പദാർത്ഥങ്ങളാണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? അംശിക സ്വേദനം വഴി വേർതിരിച്ചെടുക്കാം. ഇനി അംശിക സ്വേദനം ചെയ്യുന്നതിൻ്റെ, ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം തിളനിലയിലെ വ്യത്യാസത്തിനനുസരിച്ച് ഓരോ പ്രൊഡക്റ്റും ഉണ്ടാകുന്നത്. ഈ ചിത്രം ഓർത്തിരിക്കാം. ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് ക്രൂഡ് ഓയിൽ അംശിക സ്വേദനം എന്നുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തതാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുള്ള വേർതിരിക്കൽ. സെപ്പറേറ്റിംഗ് ഫണൽ സിസ്റ്റം. സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞാൽ അതൊരു ഉപകരണമാണ്. അപ്പോൾ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വേർതിരിക്കലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുള്ള വേർതിരിക്കൽ എന്ന് പറയുന്നത്. ഇനി സെപ്പറേറ്റിംഗ് ഫണൽ കൊണ്ട് നമ്മൾ വേർതിരിക്കുന്ന ഘടകങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ സംയുക്തങ്ങളുടെ പ്രത്യേകത എങ്ങനെയായിരിക്കണം? പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഉപകരണമാണ് എന്ത്? സെപ്പറേറ്റിംഗ് ഫണൽ. അപ്പോൾ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവയിൽ നിന്ന് അവയുടെ മിശ്രിതങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? സെപ്പറേറ്റിംഗ് ഫണൽ. അപ്പോൾ ഇങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ട് വേർതിരിക്കുന്ന പ്രക്രിയയാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രക്രിയ, ശുദ്ധീകരണ പ്രക്രിയ. സെപ്പറേറ്റിംഗ് ഫണലിൻ്റെ പ്രത്യേകത എന്താണ്? പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെയാണ് മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനാണ് എന്ത്? സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നത് എത്തരം സന്ദർഭങ്ങളിലാണ്? പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ വേർതിരിക്കാനാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഉൽപ്പതനമാണ് അഥവാ സബ്ലിമേഷൻ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പാറ്റ ഗുളികയും അതുപോലെ അയഡിനൊക്കെ എന്താണ്? ചൂടാകുമ്പോൾ നേരിട്ട് അതെന്ത് ചെയ്യും? വാതകമായി മാറും. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ നേരിട്ട് ദ്രാവകമായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ ഉൽപ്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം നമ്മൾ അയഡിന്, പാറ്റ ഗുളിക എന്നൊക്കെ പറഞ്ഞു. അതുതന്നെയാണ് ഇനി ഇവിടെയും പറയുന്നത്. ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയക്കാണ് ഉൽപ്പതനം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഉൽപ്പതനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിശ്രിതം അല്ലെങ്കിൽ ഒരു പദാർത്ഥം എന്ത് ചെയ്യും? ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഉൽപ്പതനം എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം പാറ്റ ഗുളികയും അതുപോലെ സോഡിയം ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ സോഡിയം അല്ല, അയഡിനും പാറ്റ ഗുളികയൊക്കെ എന്താണ്? അതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ കർപ്പൂരം, അമോണിയം ക്ലോറൈഡ് എന്നിവയൊക്കെ എന്താണ്? ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ഉൽപ്പതനം നടക്കുന്നത്. അടുത്തതാണ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടകകണികളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാനാണ് എന്ത്? സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. ഈ പ്രക്രിയയാണ് എന്ത്? സെൻട്രിഫ്യൂഗേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുന്ന ഘടകങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് സെൻട്രിഫ്യൂഗേഷൻ. ഇനി സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം എന്താണ്? ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടകകണികളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സെൻട്രിഫ്യൂജ്. ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടകകണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ഈ സെൻട്രിഫ്യൂജ് ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരണം നടത്തുന്ന പ്രക്രിയയാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് അറിയപ്പെടുന്നത്. സെൻട്രിഫ്യൂഗേഷൻ എന്നറിയപ്പെടുന്നത് സെൻട്രിഫ്യൂജ് ഉപയോഗിച്ചുകൊണ്ടുള്ള വേർതിരിക്കൽ പ്രക്രിയ നടത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത്? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടകകണികളെ അവയുടെ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് എന്ത്? സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. നമുക്കറിയാം സെൻട്രിഫ്യൂജ് ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സെൻട്രിഫ്യൂജ്, ഇനി അത് സെൻട്രിഫ്യൂജ് കറക്കി, അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ്. ഈ സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നത് എവിടെയാണ്?
ഈ ലാബുകളിലാണ് ഈ സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നത്. ലാബുകളിൽ എന്ത് ചെയ്യാണ്, രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും അതേപോലെ രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിഷ്ടം വേഗത്തിൽ വേർതിരിക്കാനുമാണ് എന്ത് സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്ന 2 സന്ദർഭങ്ങൾ എന്താണ്? ലാബുകളിൽ സാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ. ഒന്നാമത്തതാണ് ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, സെൻട്രിഫ്യൂജ് ഉപയോഗിക്കും. അടുത്തത് എവിടെയാണ്? രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവശിഷ്ടം വേഗത്തിൽ വേർതിരിക്കാനും നമ്മൾ സെൻട്രിഫ്യൂജ് ഉപയോഗിക്കും. ഒന്നും കൂടിയും പറയാം, ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും അതുപോലെ രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിഷ്ടം വേഗത്തിൽ വേർതിരിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. അപ്പോൾ ഇങ്ങനെ ഈ സെൻട്രിഫ്യൂജ് വെച്ച് വേർതിരിക്കുന്ന പ്രക്രിയയാണ് സെൻട്രിഫിക്കേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഈ 2 എക്സാമ്പിൾ നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ഇനിയും ഒരുപാട് ചോദ്യമുള്ള ഒരു ഭാഗമാണ്. ഇപ്പോൾ സെൻട്രിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തന്നു സെൻട്രിഫ്യൂജിൻ്റെ. ഇപ്പോൾ ലാബ് അതുപോലെ രാസപരീക്ഷണം ശാലകൾ എന്നുള്ളത്. അപ്പോൾ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായ ഘടകകണികളുടെ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്തതാണ് ക്രോമറ്റോഗ്രഫി. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ റീസെൻ്റായി കഴിഞ്ഞ വനിതാ പ്രിസൺ ഓഫീസറുടെ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ക്രോമറ്റോഗ്രഫി. ക്രോമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണെന്ത്? ക്രോമറ്റോഗ്രഫി. ക്രോമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ക്രോമറ്റോഗ്രഫി. ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാനായതുകൊണ്ടാണ് ഈ പ്രക്രിയക്ക് ക്രോമറ്റോഗ്രഫി എന്ന പേര് വരാൻ കാരണം. എന്താണ് ക്രോമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ? ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു മാർഗ്ഗമാണെന്ത്? ക്രോമറ്റോഗ്രഫി. അത് ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ക്രോമറ്റോഗ്രഫി. ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്രോമറ്റോഗ്രഫി എന്ന രീതി ആദ്യം പ്രയോഗിച്ചത് എന്താണ്? നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാനാണ്. അതുകൊണ്ടാണ് ഇതിന് ക്രോമറ്റോഗ്രഫി എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഈ പ്രക്രിയ ആദ്യമായിട്ട് ഉപയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാനായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെന്ത് ക്രോമറ്റോഗ്രഫി എന്ന് ഈ പ്രക്രിയ അറിയപ്പെടാൻ കാരണം. ഇനി പ്രധാനപ്പെട്ടതാണ്, ഞാൻ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ്, രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ, അല്ലെങ്കിൽ വേർതിരിക്കുന്ന പ്രക്രിയ ഏതാണ് എന്നാണ് ചോദിച്ചിരുന്നത്. രക്തത്തിൽ കലർന്ന, ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്, രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ക്രോമറ്റോഗ്രഫിയാണ്. അപ്പോൾ ക്രോമറ്റോഗ്രഫി ഉപയോഗിക്കുന്ന 2 സന്ദർഭങ്ങളാണ് ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാനും രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാനും എന്താണ് ക്രോമറ്റോഗ്രഫി എന്നുള്ള ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഒന്നും കൂടിയും പറയാം, ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാനും അതേപോലെ രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാനും ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്രോമറ്റോഗ്രഫി. അപ്പോൾ ക്രോമറ്റോഗ്രഫി എന്നുള്ള ഈ മെത്തേഡ് ഉപയോഗിക്കുന്ന 2 സന്ദർഭങ്ങൾ ഒന്നും കൂടിയും പറയാം. ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് വെച്ചാൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം, അതുപോലെ നിങ്ങളുടെ മനസ്സിലത് പതിയണം. ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാനും രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാനാണ് ക്രോമറ്റോഗ്രഫി എന്നുള്ള ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി അതിശോഷണം ക്രോമറ്റോഗ്രഫിക്ക് ആധാരം എന്നുള്ള ഇതും കൂടി നോക്കാം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിൽ ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം. കേശിക തത്വത്തിലൂടെ അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസമനുസരിച്ച് കണികകൾ ഫിൽറ്റർ പേപ്പറിൻ്റെ ഉപരിതലത്തിൽ വേർതിരിക്കപ്പെടുന്നു. അപ്പോൾ ഈ ക്രോമറ്റോഗ്രഫിയിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ക്രോമറ്റോഗ്രഫിയിൽ നടക്കുന്ന എന്ത് പ്രക്രിയയാണ് ക്രോമറ്റോഗ്രഫിയിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിശോഷണം എന്നുള്ള പ്രക്രിയയാണ്. അതിശോഷണം എന്നുള്ള പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെന്ത് ക്രോമറ്റോഗ്രഫി എന്ന പ്രക്രിയ ചെയ്യുന്നത്.
അപ്പോൾ ക്രോമറ്റോഗ്രഫിയിൽ നടക്കുന്ന പ്രക്രിയ ഏതാണ്? അതിശോഷണം. അത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ സൂക്ഷ്മ സുഷിരങ്ങളിൽ നിന്ന് ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസം ഏതാണ്? കേശികത്വം. ഇതിൽ നിന്ന് നോട്ട് ചെയ്യേണ്ട 2 പോയിൻ്റാണ്. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസം എന്താണ്? കേശികത്വം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസം എന്താണ്? കേശികത്വം. അതുപോലെ ക്രോമറ്റോഗ്രഫിയിൽ നടക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ ക്രോമറ്റോഗ്രഫിക്ക് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് എന്ത്? അതിശോഷണം. ക്രോമറ്റോഗ്രഫിയിൽ നടക്കുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ ഈ ഒരു വേർതിരിക്കൽ മെത്തേഡിൽ നടക്കുന്ന പ്രക്രിയയാണ് എന്ത്? അതിശോഷണം. ഈ 2 സംഭവങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. പിന്നെ ക്രോമറ്റോഗ്രഫി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ക്രോമറ്റോഗ്രഫിയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് ചിത്രം 1. പിന്നീട് അത് ശുദ്ധീകരിക്കുമ്പോൾ ഇതാണ് ഘടക വർണ്ണങ്ങൾ വേർതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇതേ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ തന്നെ 8ാമത്തെ അധ്യായമായ അളവുകളും തൂക്കങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതുമായി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇതിൻ്റെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്, ഈ ക്രോമറ്റോഗ്രഫി എന്താണ്? രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാനും അതുപോലെ എന്താണ് ചായങ്ങളിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ എന്ത് ചെയ്യും? ക്രോമറ്റോഗ്രഫി ഉപയോഗിക്കും. അതേപോലെ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്ന 2 സ്ഥലങ്ങൾ ലാബുകളിൽ രക്തത്തിലെ കോശങ്ങൾ, രക്തസാമ്പിളുകളിൽ നിന്ന് കോശങ്ങൾ വേർതിരിക്കാൻ, അതുപോലെ എന്ത് ചെയ്യാണ് രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിഷ്ടം വേഗത്തിൽ വേർതിരിക്കാനും നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കും. സെൻട്രിഫ്യൂഗേഷനും ക്രോമറ്റോഗ്രഫിയും 2ഉം പ്രധാനപ്പെട്ടതാണ്. ആ ഉപയോഗിക്കുന്ന ഈ 4 സാഹചര്യങ്ങളും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.